മഹല്ല് കമ്മിറ്റിയിലെ ആളുകളുടെ ശ്രദ്ധേയമായുള്ള തീരുമാനമുണ്ട്. നമ്മൾ ഈ ഖുർആൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ മഹല്ല് കമ്മിറ്റിക്കും സഭകൾക്കും ക്ഷേത്ര പരിസരങ്ങളിലെ വിവിധ സമുദായ സംഘടനകൾക്കുമൊക്കെ പോലീസിൻ്റെ ഏജൻസിക്കൊപ്പം ക്ലബ്ബുകളുടെ ഇതുപോലെ DYFI സംഘടിപ്പിക്കുന്നത് പോലെ KMCC സംഘടിപ്പിക്കുന്ന പോലെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്താൻ പറ്റും. മഹല്ല് കമ്മിറ്റി വളരെ ശക്തമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലേ? പുതുപ്പാടി പഞ്ചായത്തിലെ 28 മഹലുകൾ ചേർന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എല്ലാ വിഭാഗത്തിലും. അപ്പം എന്താണ് ആ തീരുമാനം എന്ന് നമുക്കൊന്ന് കേൾക്കാം. നമ്മളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ ക്യാമ്പയിൻ ഫുള്ളായിട്ട് നടത്തുക. പിന്നെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ ഐഡന്റിറ്റി ചെയ്യുന്നുണ്ട്. ഐഡന്റിറ്റി ചെയ്തിട്ട് അവർ ലഹരി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് വിവാഹത്തിന്, ക്ലിയർ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇനി കൊടുക്കില്ല എന്നുള്ള തീരുമാനമാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ക്ലിയറൻസ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ നടപ്പിലായിട്ട് ശേഷം അതായത് സ്വഭാവ സർട്ടിഫിക്കറ്റ് മഹല്ലുകൾ കൊടുക്കണം കല്യാണം നടത്താൻ അല്ലേ? അതിന് കർശനമാക്കാൻ പോകുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ച ആളുകൾ, ഇപ്പൊ യാസിറിനെ പോലെയുള്ള ഒരാള് അങ്ങനെയാണെങ്കിൽ കൊടുക്കില്ല, ഒരു കാലവശാലും കൊടുക്കില്ല. ഓക്കെ, അപ്പം അവരെല്ലാ കാര്യങ്ങളും ഓക്കെ. അപ്പോൾ അതൊരു വളരെ സുപ്രധാനമായ തീരുമാനമാണ്. അപ്പം പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അനാവശ്യമായി MDMA-യും ഇതേപോലെ മെറ്റാഫെറ്റമിനും ഇതേപോലെയുള്ള രാസലഹരിയും അതല്ല ഏത് തരം ലഹരിയും ഉപയോഗിക്കുന്നവരാണെന്ന് മഹല്ലുകൾക്ക് ബോധ്യപ്പെട്ടാൽ കല്യാണം നടക്കത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അത്തരം തീരുമാനങ്ങൾ കുടുംബങ്ങളിൽ നിന്നുണ്ടാവണം, എങ്കിൽ മാത്രമേ ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാവൂ. ഇതൊരു കേവല ബോധവൽക്കരണ പരിപാടിയല്ല, നമ്മുടെ വീടിനുള്ളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. യാസിർ എന്നുള്ളത് സ്വന്തം വീടിനുള്ളിൽ വെച്ച് ആണ് ഈ അക്രമം നടത്തിയത്. ആഷിക്ക് സ്വന്തം വീട്ടിനുള്ളിൽ വെച്ചാണ് അക്രമം നടത്തിയത്. ഇത് നഗരത്തിലെ തെരുവിലെ ഇരുണ്ട സ്ഥലത്ത് മാത്രം കാണുന്നതല്ല ലഹരിയുടെ അപകടം. സ്വന്തം വീടിൻ്റെ ഉള്ളിൽ സ്വന്തം കുഞ്ഞു മക്കളെടുത്താണ് ഈ ലഹരിയുടെ അക്രമം കാട്ടിക്കൂട്ടുന്നത്.